ഞാൻ നിങ്ങൾക്കൊരു കിടിലൻ ട്രിക്ക് കാണിച്ചേട്ടെ. ഐഫോൺ എടുക്കുക, ഐഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ 2 വട്ടം ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ലൈറ്റ് കത്തിയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും ചെയ്ത് കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ഡിവൈസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഫീച്ചേഴ്സ്, ഇത് മാത്രമല്ല കുറേയധികം ഇൻഡെപ്ത് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറയുന്നുണ്ട്. സോ എന്തായാലും കാണുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. This is Ebin Xavier. Welcome back to Evika. നമ്മുടെ ഫസ്റ്റ് ബേസിക് ഗസ്റ്റർ എന്ന് പറയുന്നത് സ്വൈപ്പ് ടു ഹോം ആണ്. എല്ലാവർക്കും അറിയാം, യൂഷ്വലി നമ്മൾ ഇതേപോലെ ആപ്ലിക്കേഷൻ എടുത്തതിനാൽ അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ സ്വൈപ്പ് അപ്പ് ആണ് ചെയ്യാറ്. പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് എടുക്കേണ്ടതെന്ന്. ജസ്റ്റ് നമ്മുടെ താഴത്ത് നിന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്താൽ ഇതേപോലെ നമ്മുടെ എല്ലാ റീസെൻറ്റ് ആപ്ലിക്കേഷൻസും നമുക്ക് ആക്സസ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ നിന്നാണ് നമുക്ക് വേണ്ടാത്ത ഓരോ ആപ്ലിക്കേഷൻസും ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ആപ്ലിക്കേഷൻസ് റീലോഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഞാനിപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുത്തു, അതിനുശേഷം ഹോമിലേക്ക് പോയി ഞാൻ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ആപ്പിൾ മ്യൂസിക് ഒന്നും കൂടെ എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ ഒരു താഴത്ത് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് റീലോഞ്ച് ആവും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്സിലും വർക്കാവും. സെറ്റിങ്സ് എടുത്തു, സെറ്റിങ്സിൽ നിന്ന് ലാസ്റ്റ് എടുത്ത ആപ്ലിക്കേഷൻ ആപ്പിൾ മ്യൂസിക് എടുക്കണമെങ്കിൽ ജസ്റ്റ് നേരത്തെ ഞാൻ കാണിച്ച പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ റീലോഞ്ച് ആയി. ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആണ് ഇതേപോലെ ഓൺ ചെയ്യാൻ പറ്റുക. സെയിം ആസ് ദാറ്റ് നിങ്ങൾക്ക് നേരത്തെ എടുത്ത ആപ്ലിക്കേഷൻ ഇതേപോലെ ലെഫ്റ്റ് റൈറ്റും ലൈറ്റും ലെഫ്റ്റും കൂടെ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഇതേപോലെ റീലോഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഗസ്റ്ററാണ് നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ സെൻറ്ററാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ജസ്റ്റ് ഗസ്റ്റേഴ്സിന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡൈനാമിക് കാലൻഡറിൽ ഈ ഒരു സൊമാറ്റോയുടെ കാര്യം വരുമ്പോൾ കുറച്ചധികം ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ. ജസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡായി എങ്ങനെയെന്നല്ലേ, ഇതിന് ഡൈനാമിക് കാലൻഡറിൽ ഒരു കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനും റീഅപ്പിയർ ചെയ്യാനുള്ള കുറേയധികം ഹിഡൻ ടിപ്സ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇനി നമ്മുടെ അഡ്വാൻസ് ഗസ്റ്റേഴ്സിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അൺഡു ആൻഡ് റീഡ് നോക്കാം. ഇതേപോലെ നമ്മൾ കുറേയധികം ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അൺഡു ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാർഗവും നമുക്ക് ഈ പറഞ്ഞ 3 ഫിംഗേഴ്സ് എടുക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്വൈപ്പ് ചെയ്യാം. അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ അൺഡു ആയിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് റീഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റീഡു ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ടും കുറച്ചധികം ആൾക്കാർ നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയും ഈ പറഞ്ഞ 3 ഫിംഗേഴ്സ് ഗസ്റ്റർ ഈ പറഞ്ഞ അൺഡു ആൻഡ് റീഡുവിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഗസ്റ്ററാണ് ടാപ്പ് ടു ടോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ആപ്ലിക്കേഷൻ എടുത്തു. ഏകദേശം 1769 ഫോട്ടോസാണ് എൻ്റെ ഫോട്ടോ ഗാലറിയിലുള്ളത്. ഇതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഫോട്ടോ ഈസി ആയിട്ട് ആക്സസ് ചെയ്യണം. എന്താ യൂഷ്വലി ചെയ്യാറ്, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകും അല്ലെങ്കിൽ പൊക്കത്തേക്ക് പോകും. ആ ഒരു ഫോട്ടോ കണ്ടുപിടിക്കുന്നവരെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കും. അതിന് പകരം ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നമ്മുടെ റൈറ്റിലോ ലെഫ്റ്റിലോ ടോപ്പ് പോർഷനിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിനാൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഫോട്ടോസിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഏറ്റവും ആദ്യത്തെ ഫോട്ടോയിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്തുണ്ടാവുന്ന ഈ ഒരു ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയുള്ള ആ ഒരു ഫോട്ടോസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അഥവാ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും പൊക്കത്തേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഫോട്ടോ ആപ്ലിക്കേഷനിൽ മാത്രമല്ല നമ്മുടെ സഫാരിയിലും നമുക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ചില സമയത്ത് ബുക്കോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വായിച്ച് താഴത്തേക്ക് പോയി കരുതുക. ഇതേപോലെ ആ ഒരു വെബ് ബ്രൗസറിൻ്റെ താഴത്തേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പിന്നീട് പൊക്കത്തേക്ക് പോകുന്നെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ടാപ്പ് ചെയ്താൽ ഏറ്റവും പൊക്കത്തേക്ക്
ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഐപാഡിലും മാക്ബുക്കിലും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോണിൽ എങ്ങനെയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നേരെ ഫോട്ടോ ആപ്ലിക്കേഷൻ എടുക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫോട്ടോ എനിക്ക് ഈസി ആയിട്ട് സെലക്ട് ആകുന്നുണ്ട്. അതിനുശേഷം എൻ്റെ വേറെ കൈ കൊണ്ട് ഞാൻ ഹോമിലേക്ക് പോയി മെസ്സേജിങ് ആപ്ലിക്കേഷൻ എടുത്തു. എൻ്റെ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ മാത്രമല്ല, നിങ്ങൾക്ക് വെബ് ബ്രൗസറും വെബ് ലിങ്ക്സും ഇതേപോലെ ആക്കാൻ പറ്റും. ഞാൻ നമ്മുടെ സഫാരി പോയി നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് എടുത്തു. ജസ്റ്റ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഈ പറഞ്ഞ ഡ്രാഗ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ULR എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. മെസ്സേജിങ് ആപ്പ് എടുത്തു. ജസ്റ്റ് ഒന്നും കൂടെ ഇതേപോലെ ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വെബ് പേജിൻ്റെ ULR-ഉം ഇവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റുകളും ULR-ഉം ഫോട്ടോസും ഇതേപോലെ സീംലെസ് ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വാട്സാപ്പ്, iMessage എന്നീ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷനാണ് ബാക്ക് ടാപ്പ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമ്മൾ ബാക്കിൽ ടാപ്പ് ചെയ്താണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നത്. അതിന് സെറ്റിങ്സ് എടുക്കാം. നേരെ നമ്മുടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ എടുത്തിട്ട് താഴത്തേക്ക് പോകുമ്പോൾ ടച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ബാക്ക് ടാപ്പ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും നമുക്കിവിടെ ആക്സസ് ഉണ്ട്. ഡബിൾ ടാപ്പ് എടുക്കാം. ഞാനിവിടെ ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ട്രിപ്പിൾ ടാപ്പ് എടുക്കാം. ട്രിപ്പിൾ ടാപ്പിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻ ഉണ്ട്. ഡബിൾ ടാപ്പിലുണ്ട് നമുക്ക് കുറേയധികം ഓപ്ഷൻസ്. ഞാനിവിടെ ട്രിപ്പിൾ ടാപ്പിൽ നമുക്ക് സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട്, അതോടൊപ്പം ആക്സസിബിലിറ്റി സെറ്റിങ്സ് ഉണ്ട്. മോസ്റ്റ്ലി നമുക്ക് ഷോർട്ട് കട്ടും ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ട്രിപ്പിൾ ടാപ്പിൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരെ മറിച്ച് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ എടുക്കാം. കൺട്രോൾ സെൻറ്റർ എടുത്തു. ഇനി ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഹോമിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ കൺട്രോൾ സെൻറ്ററും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാം. ഏതെങ്കിലും ഷോർട്ട് കട്ട് റൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതോടൊപ്പം എന്തെങ്കിലും ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ്, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ ഓപ്ഷൻസും സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അടിപൊളിയായിട്ട് എടുക്കാം. പക്ഷേ മേക്ക് ഷുവർ ചില ഡിവൈസുകളിൽ കേസ് ഇടുമ്പോൾ ഈ പറഞ്ഞ ടാപ്പ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആ ഡിഫറെൻറ്റ് കേസുകൾ ഇടുമ്പോൾ ഈ ഒരു ബാക്ക് ടാപ്പ് ചിലപ്പോൾ വർക്കാവായിക്കാനുള്ള ചാൻസ് കുറച്ചധികം കൂടുതലാണ്. അടുത്തൊരു ഓപ്ഷനാണ് വൺ ഹാൻഡ് കീബോർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ പ്രോ മാക്സ് സീരീസോ അല്ലെങ്കിൽ ഒരു പ്ലസ് മോഡലോ ആണെങ്കിൽ രണ്ട് കൈകൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ 6.1 ഇഞ്ചിൻ്റെ ഡിവൈസ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ കൈ നമുക്ക് സ്ട്രെയിൻ ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ ഓരോ ആൽഫബറ്റ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം ഈ കാണുന്ന ഇമോജി ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 1 ലെഫ്റ്റ് സൈഡിലുള്ള കീബോർഡ്, 2 ഒരു ഫുൾ ഫ്ലഷ് കീബോർഡ്, 3 ഒരു റൈറ്റ് സൈഡിലേക്കുള്ള കീബോർഡ്. ഇപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കീബോർഡ് ഇടുമ്പോൾ എൻ്റെ ഫുൾ ആൽഫബറ്റ്സും എനിക്കൊരു സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ കാണുന്ന റൈറ്റ് ഓപ്ഷൻ ഞെക്കാണെങ്കിൽ, റൈറ്റ് ആരോ ഞെക്കാണെങ്കിൽ ഫുൾ സ്ക്രീൻ ഈ പറയുന്ന കീബോർഡ് എൻലാർജ് ആവുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷനാണ് ഹോൾഡ് ടു ട്രാക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ കുറേ ടെക്സ്റ്റുകൾ അടിച്ചു. ചില പെർട്ടിക്കുലർ സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എഡിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കേഴ്സർ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കീബോർഡിൻ്റെ സ്പേസ് ബാർ നമുക്ക് ട്രാക്ക് പാഡ് പോലെ യൂസ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ സ്പേസ് ബാർ ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ എൻ്റെ കേഴ്സർ അതനുസരിച്ച് എനിക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഒരു ടെക് ചാനലിൻ്റെ അവിടെ എനിക്ക് സ്പേസ് വേണ്ട, എനിക്ക് ഈസി ആയിട്ട് ഇത് കളയാം. ഇനി ആ ഒരു സ്പേസ് ഒന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് വേറെ എവിടെയെങ്കിലും ഒരു എഡിറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പേസ് ബാർ കൺട്രോൾ ചെയ്യാം. അതോടൊപ്പം എനിക്ക് ഈ പറഞ്ഞ കേഴ്സർ എവിടെയെങ്കിലും വേണമെങ്കിൽ അവിടെ വെച്ച് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയുള്ള ടെക്സ്റ്റിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. എന്ത് ചെയ്യാം, ജസ്റ്റ് ആ സെലക്ട് ചെയ്യുന്ന വേർഡിൻ്റെ അവിടെ ഡബിൾ ടാപ്പ് ചെയ്യാം. ആ ഒരു ടെക്സ്റ്റ് മാത്രം നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ട് വരും. ഇനി ഇവിടെ ഞാൻ എവിക്കാൻ സെലക്ട് ചെയ്തു. ആ ഒരു ഓപ്ഷൻ മാത്രമായിട്ടാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫുൾ ഫ്ലെജ് പാരഗ്രാഫും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫുൾ ഫ്ലെജ് പാരഗ്രാഫും നിങ്ങൾക്ക് സെലക്ട് ആവുന്നുണ്ട്. സോ ഡബിൾ ടാപ്പ് ടു സെലക്ട് ദ വേർഡ് ആൻഡ് ട്രിപ്പിൾ ടാപ്പ് ടു സെലക്ട് ദ പാരഗ്രാഫ്. ഇതേപോലെ
നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കുറേയധികം ടെക്സ്റ്റുകളും വേർഡുകളും പാരഗ്രാഫും ഇത്രയും എളുപ്പത്തിന് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറേയധികം ടിപ്സും ട്രിക്സും ഗസ്റ്റേഴ്സും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Edwin Xavier signing from Evika.